friends, welcome back to Irene Ammo's vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദാ അമ്മൂസും പപ്പയും കൂടി ക്രിസ്മസ് സെലിബ്രേഷനിൽ ഒരുക്കങ്ങളായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ദാ ലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ലൈറ്റൊക്കെ ഞങ്ങൾ ദാ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതാ പപ്പ ഇതാ ട്രീ അയക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രീ തന്നെയാണ്. അപ്പോൾ ആ ട്രീ അമ്മൂസിന് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ മിസ്സിങ് ആണ്. അതൊക്കെ ഇനി കണ്ടുപിടിക്കണം. കുറേ സാധനങ്ങൾ കിട്ടാനില്ലേ? അതല്ലാണ്ട് കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാം മിസ്സിങ് ആണ്. അപ്പോൾ സ്റ്റാർസ് 3 സ്റ്റാർസ് കിട്ടി. അതും കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാർസ് തന്നെയാണ് ഗൈസ്. അപ്പോൾ അത് ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഇതാ ആ ലൈറ്റ് മാത്രമേ മേടിച്ചുള്ളൂ. കാരണം എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം ഉണ്ട് ഗൈസ്. അപ്പം ക്രിബും ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ അമ്മൂസ് ഇതാ ട്രീ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഇതിലാണ്. ട്രീ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അമ്മൂസേ? കുറച്ച് കഷ്ടപ്പെടും അല്ലേ? ഈ ക്രിസ്മസ് ട്രീ നമുക്ക് ഇവിടുത്തെ വരാന്തയിലുള്ള കോർണറിൽ വെക്കുന്നുണ്ട്. അപ്പം അമ്മൂസ് ഇതാ ക്രിസ്മസ് ട്രീ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇതാ ബെല്ലം ഒരു ഇടയ്ക്ക് അവളെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്നിപ്പോൾ ലീവാണല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഇത് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഞങ്ങൾ വേഗം അത് സെറ്റ് ചെയ്തു. നാളെ മുതൽ ആർക്കും സമയം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടൈമിലെല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ അമ്മൂസിന് സ്കൂളുണ്ട്, മറ്റന്നാൾ പരീക്ഷയാണ് ഗൈസ്. ഒന്നും പഠിച്ചിട്ടില്ല അമ്മൂസ്. പപ്പ സ്റ്റാർ തൂക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. നമുക്ക് നോക്കി നോക്കാം. ഇത് സിമ്പിളായിട്ടല്ല എൻ്റെ അയറിനെ ഇതൊക്കെ ഇങ്ങനെ ആക്കണം. ഇത് മൊത്തം ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ ആക്കിയാലേ അത് റെഡി ആവുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇപ്പം അങ്ങനെ നമുക്കിങ്ങനെ ഫോൾഡിങ് നിവർത്തിയാൽ മാത്രമല്ല റെഡി ആവുക. ലീഫൊക്കെ എല്ലാം ഉണ്ടോ, ലീഫെല്ലാം ഇങ്ങനെ വിടർത്തണം, എന്നാലേ അത് റെഡി ആവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം എല്ലാം റെഡിയാക്കണം. കണ്ടോ, നേരെ കാണുന്ന ലീഫും എല്ലാം റെഡിയാക്കണം. ഇങ്ങനെ റെഡിയാക്കണം കണ്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് കോണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് സ്റ്റാർ തൂക്കാനും പോവാണ്. ബെല്ലമ്മ എന്ത് ചെയ്യാണ്? ബെല്ലമ്മ എന്ത് ചെയ്യാണ്? കാത്തുപൂച്ച എവിടെ? കാത്തുപൂച്ചേനെ അയറിൻകുട്ടി ഓടിച്ചു കളഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നു. കാത്തുപൂച്ചേനെ അയറി ഓടിച്ചു കളഞ്ഞോ? അയറിന് അടിയല്ലേ? അയറി അടി, അയറിനെ നിനക്ക് അടി വെച്ചിട്ടുണ്ട്. വേറൊരു സാധനം ഉണ്ട് ഗൈസ്. ഇത് അമ്മൂ സ്പെഷ്യലാണ്. അയ്യോ, ഇതെന്തുവാണ് അമ്മൂസേ? ഈശ്വര, സാന്റ. നോക്കട്ടെ, ഇങ്ങോട്ട് വാ, എടുത്തോട്ട് വാ. അമ്മൂസിന് സാന്റ അടിപൊളി. കളിക്ക് തുള്ളു. ഇനി ക്രിസ്മസ് കരോളൊക്കെ വരുമ്പോ ഈ തൊപ്പിയിട്ടിട്ട് പോയാ മതി കേട്ടോ. കണ്ണ് കാണുമോടി? നോക്കട്ടെ, കണ്ണ് കാണുന്നുണ്ടോ? കണ്ണൊക്കെ കാണുന്നുണ്ടെന്തോ ഗൈസ, കണ്ണ് കാണുന്നുണ്ട്. ഇസബലിനെ പേടിപ്പിക്കണ്ട, ഇസബലിനെ പേടിയാ. ഇസബലിനെ പേടിപ്പിക്കണ്ട. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി അമ്മു കളിക്കുന്ന കൊണ്ടോ ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ക്രിസ്മസ് കരോൾ വരുമ്പോൾ അമ്മൂസ് എല്ലാ വീടുകളിലും പോവും. ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെയാണ് ഗൈസ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്. ഷോക്ക് അടിച്ചു ഗൈസ്. അയ്യോ, പപ്പയ്ക്ക് ഷോക്ക് അടിച്ചു ഗൈസ്. ഷോക്ക് അടിച്ചില്ല, ഷോക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത്. ഷോക്ക് അടിച്ചില്ല. പവർ ഉണ്ട് കേട്ടോ. ഓഫാക്കണോ? അത് ഏതാ സ്വിച്ച്? അമ്മു അതിലേതെങ്കിലും സ്വിച്ച് ഓഫാക്ക്. പപ്പ അത് പറഞ്ഞു തരും ഏതാ സ്വിച്ച് ഉള്ളതെന്ന്. ജസ്റ്റ് ഒന്ന് ഓഫാക്കി നോക്ക്, നോക്കി നോക്ക്. അതല്ല 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 അല്ല മോളെ. നോ 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 നോ
അതൊന്നല്ല. എല്ലാം ഇട്ടോ? പിന്നെ ഇതില് സ്വിച്ച് ഇല്ലേ? ഓ ഗോഡ്, അത് ഓഫ് ചെയ്യാമോ? അല്ല അമ്മു, ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യ്. ഇപ്പൊ ഓഫ് ആക്കിയത് ഓഫാ. ആ ഓഫാണ്. ഓഫല്ലേ അമ്മു? ആ സ്വിച്ച് ഏതാണ്? ഇതിന്റെ മേലെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഇതാ ഇവിടെ സെറ്റ് കുഞ്ഞു ക്രിസ്മസ് ട്രീ ആണ്. പക്ഷെ കുഞ്ഞതല്ല, ഒരു മീഡിയം ആണ്. ഇത് അത്രയും വലുപ്പമുണ്ട് ഗൈസ്. ആ പള്ളിയിൽ ഭയങ്കര വലുപ്പമുള്ളതാണ് ഗൈസ്. എല്ലാം നിവർത്തിയിടുക മൂസെ. ബെല്ലമ്മ കയ്യിലെന്താ? ബെല്ല്. ബെല്ലമ്മേന്റെ കയ്യില് ബെല്ല്. ബെല്ലമ്മ പൂച്ച, കാത്തുപൂച്ച. അതാ കാത്തുപൂച്ച ബെല്ല. എന്തിനാ അയറീനെ? നിനക്ക് എന്തിന്റെ കേടാണ്? ഇതെന്നതാ ഇങ്ങനെ കാണിക്കുന്നത്? ഇങ്ങനെയല്ല. അമ്മൂന് പണി ഒന്നും ചെയ്യാൻ അറിയില്ല അപ്പ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് പറഞ്ഞത്. കണ്ടോ ഓരോ പെറ്റൽസ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ നിവർത്തിയാ മതി. ഇത്രേ ഉള്ളു പണി. സോ സിമ്പിൾ. സെന്റേട്ടാ എപ്പോഴാ പോന്നേ? എപ്പോഴാ പോന്നേ പറ. ഇപ്പം സമയം 7 മണി ആയിട്ടുള്ളൂ ഗൈസ്. അപ്പം ഞങ്ങളിന്ന് സൺഡേ ആയതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡാക്കാമെന്ന് വിചാരിച്ചു. രാത്രിയത്തെ നൈറ്റ് ഫുഡ്. അപ്പോൾ പുറത്തുനിന്ന് പോകാൻ കഴിഞ്ഞില്ല. അമ്മൂസിന് ഇന്ന് സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ബെല്ല് ലാസ്റ്റ് വെക്കാം. സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എവിടെയും പോകാനും പറ്റിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്തു? വള്ളി സൈക്കിളിൻ്റെ എടുത്താ. അമ്മൂസ് ആ വള്ളി എടുത്ത് കൊടുക്ക്. ടിട്ടോ സൈക്കിളിൻ്റെ അടുത്ത് നോക്കി നോക്കുമ്പോൾ ആ അതാടാ ബ്ലാക്ക്. അതല്ലേ ആ കോല് ചുറ്റിയിട്ട് പൊക്കിത്താ. അമ്മൂസിന് അറിയില്ല. അതിന്റെ മേലെ ചുറ്റി കൊടുക്ക്. അപ്പുറത്ത് ഭാഗത്ത് അതിന്റെ എൻഡിൽ ചുറ്റിയിട്ട് പപ്പയ്ക്ക് കൊടുക്ക് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഞങ്ങളിന്ന് പുറത്തേക്ക് എവിടെയും പോവാഞ്ഞോണ്ട് എന്ത് ചെയ്തു, പുറത്തുനിന്ന് ഫുഡാക്കാമെന്ന് വിചാരിച്ചു. നൈറ്റിലൊരു നേരത്തെ ഫുഡ് പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു. അപ്പം സൺഡേസ് എന്തായാലും അടുക്കളയ്ക്ക് എന്തായാലും ലീവാണ്. ഒരു നേരമെങ്കിലും ലീവ് കൊടുക്കണം. കാരണം ബാക്കിയുള്ള ഡേയ്സൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മക്കളെ പറഞ്ഞുവിടുകയും അമ്മൂസിൻ്റെ പപ്പനെ പറഞ്ഞുവിടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സൺഡേസ് ഒരു ദിവസം ആൻസമ്മയ്ക്ക് റെസ്റ്റാണേ. അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഗൈസിന് പോകാൻ. അധികം നേരമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇത് 6:45 ഗൈസ്. എന്നിട്ട് ഇരുട്ടായിട്ടുണ്ട്. ഇവിടെ നല്ല മഴയും പെയ്തിട്ടുണ്ട് വൈകുന്നേരം. അപ്പോൾ ഇരുട്ടായി, പെട്ടെന്ന് ഇരുട്ടായി. അമ്മൂസ് ഏതാ ട്രീൻ്റെ പരിപാടി നോക്കിക്കേ. നീ എന്താ ഇത്രയും ഉഴപ്പ് കളിക്കുന്നത്? ട്രീ എല്ലാ പെറ്റൽസ് ഒക്കെ റെഡിയാക്കിയില്ലല്ലോ. റെഡിയാക്കിയില്ല. എല്ലാം റെഡിയാക്കിക്കേ. ബെൽക്കുട്ടിയെ എൻ്റെ ബെൽക്കുട്ടി ഇപ്പം കുറച്ച് മുന്നേ വീണിട്ടേ ഉള്ളൂ. പെട്ടെന്ന് പിന്നെ നിന്ന നിപ്പിൽ തന്നെ വീഴും അല്ലേ അമ്മൂസേ? ആ വെച്ചു. അല്ല സഞ്ജേട്ടാ, നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ വെക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അത് കാണുന്നില്ല. അതേതോ ബോക്സിലായി പോയിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഇവിടെ ഇതിൻ്റെ അകത്തൊക്കെ വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഏതോ ബോക്സിലായി പോയിട്ടുണ്ട്. ഇത് മാത്രമല്ല വെക്കാനുള്ളത്, കുറേ ഉണ്ടായിരുന്നു. എന്താ ബെല്ലമ്മേ? അപ്പൊ ഗായ്സ്, അയ്യോ കത്തിയില്ല, സ്റ്റാർ കത്തിയില്ലല്ലോ, എന്തോ പറ്റിയല്ലോ.
ഓഫാക്കണ്ട, നിക്ക, വെയിറ്റ് ചെയ്. ബെൽക്കുട്ടി എന്തോ ശരിയാക്കാൻ പോകുന്നുണ്ട് ഗൈസ്. അമ്മൂസേ, ഇതിന്റെ പെറ്റൽസ് ഒക്കെ റെഡിയാക്ക്. നീ എന്താ എത്രയും മടി? ആ സ്റ്റാർ കത്തി ഗൈസ്, നമ്മുടെ സ്റ്റാർ കത്തി. എന്താ ലൂസ് കണക്ഷൻ ഉണ്ടെന്ന് തോന്നല്ലേ. അപ്പൊ ഗൈസ് ദ സ്റ്റാർ ഒക്കെ കത്തി അടിപൊളിയായി. അപ്പോൾ ദ അമ്മൂസ് ദ ക്രിബൊക്കെ റെഡി, ക്രിബല്ല ക്രിസ്മസ് ട്രീ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടല്ലോ അമ്മൂസ. സ്വന്തം സ്വന്തം ഡാൻസ് കളിക്കുക വട്ടത്തി. എന്താ കാര്യം? ഇനി എത്ര സ്റ്റാർസ് ഉണ്ട് തൂക്കാൻ? ഇനി 2 സ്റ്റാർസ് ഉണ്ട് ഗൈസ് തൂക്കാന്. അത് ഒരെണ്ണം ആ മൂലയിലും ആ അങ്ങറ്റത്തെ മൂലയിലും വേണം തൂക്കാന്. ബെല്ലമ്മ. അപ്പൊ ഗൈസ് ദ ക്രിസ്മസ് ട്രീന്റെ സാധനങ്ങളൊക്കെ ഈ ബോക്സിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് വെച്ചിട്ട്. ആണോ? എന്നാ ചെയ്യ്. ട്രീ വെറുതെ ബ്ലാങ്ക് ആയി കിടക്കുന്ന അമ്മൂസേ. എന്താ അത്? സാന്റ ഫ്രണ്ടിൽ മാത്രം തൂക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ കാണും എല്ലാവർക്കും. ഫ്രണ്ടിൽ മാത്രം തൂക്കിയാൽ മതി. അവിടുന്ന് ഒന്നും കുഴപ്പമില്ല. ജസ്റ്റ് എൻട്രൻസിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയാണ് കാണേണ്ടത്, ഫ്രണ്ടാണ് കാണേണ്ടത്. അപ്പോൾ ട്രീസൊക്കെ ഏകദേശം ഇതാ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്മൂസ്. ബെൽക്കുട്ടിയെ എന്താ കയ്യില്? ഡ്രമ്മോ? അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങണ്ട. ആ താഴെയുള്ളതൊക്കെ എടുത്തോളി. താഴെയല്ല, ബോക്സിലുള്ള, സോറി. ക്രിസ്മസ് അപ്പു ഇനി ലൈറ്റും കൂടി വന്നാലേ ട്രീ അടിപൊളിയാവുള്ളൂ. ലൈറ്റ് വേണം. നമ്മുടെ ലൈറ്റ് ഉണ്ടല്ലോ, ഓൾറെഡി ഉണ്ട്. ടിട്ടോ, സാന്റ എവിടെ? സാന്റ തൂക്ക് അമ്മൂസേ. ഓ പല്ലോ. എന്താ? അയ്യേ അമ്മോ, അതതിൻ്റെ അകത്ത് വെച്ച് സാന്റാക്ലോസിനൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. കളഞ്ഞ് കുട്ടി പിശാച്ച്. ചെല്ല്, വേഗം വെക്ക. അപ്പൊ അമ്മൂസ് ഇതാ പിണങ്ങി പോയിരിക്കുന്നു. അമ്മൂസ് എന്താ പറ്റിയേ? പപ്പ വഴക്ക് പറഞ്ഞു ഗൈസ്. അമ്മൂസ് ഇതാ പിണങ്ങി പോയിരിക്കുന്നുണ്ട്. കിട്ടില്ല. നിനക്ക് അടി കിട്ടുവേ, വേണ്ട കേട്ടോ. അതല്ലേ പിടിക്കേ. ആ വിട്ടാൽ അടുത്തടിയാ. അമ്മൂസ ശരിക്കും പിടിച്ചോ. അടി കൊള്ളുന്നതൊക്കെ കാണുവേ എല്ലാരും. അപ്പൊ ഗൈസ് ഇതൊക്കെ കത്തിക്കഴിഞ്ഞു. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർസ് എല്ലാം കത്തിയിട്ടുണ്ട് ഗൈസ്. അമ്മൂസ് ഇതാ എന്താ പരിപാടി? എന്താ പരിപാടി? ഈ വർക്കൊന്നും ചെയ്തില്ലല്ലോ. ഇതൊക്കെ പപ്പയല്ലേ ചെയ്തത്. നീ എന്താ ഇങ്ങനെ മടിച്ച് ചെയ്ത്? നീ ഇന്ന് പട്ടിണിയാണ് മോളെ, പട്ടിണിയാണ്. നോക്കിക്കോ, നീ എന്നെ പപ്പ കൊണ്ടുപോയില്ല പുറത്തേക്ക് കേട്ടാ. ഇവിടെ ഇരുന്നു, അപ്പാപ്പന്റെ കൂടെ ഇവിടെ ഇരുന്നു കേട്ടോ. നീ ഇല്ല, നീ ഇവിടെ വീട്ടിലിരിക്കും. നോക്കാം. ചിക്കൻ കാലല്ല, മട്ടൻ കാല് പൊടി. ഗൈസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നെ ട്രീൻ്റെ ലൈറ്റ് നമ്മൾ വിചാരിച്ച പോലെ കത്തിയില്ല. അതിലെന്തോ
അമ്മൂസ് വരുന്നില്ല എന്ന് പറഞ്ഞ അമ്മൂസാണ് ഇതാ അപ്പോൾ ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. എന്നാ വാ ചെല്ല്. അപ്പോൾ ട്രീൻ്റെ ലൈറ്റ് ഗൈസ് എന്തോ പ്രശ്നമുണ്ട്, അത് റെഡിയാക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി. പിന്നെ ഈ സ്റ്റാർസിന് 2 ലൈറ്റ് മേടിക്കണം, അപ്പോൾ അത് ചെയ്യാനുണ്ട്. പിന്നെ വേറെ എന്താ ക്രിബ് പുൽക്കൂട് റെഡിയാക്കണം. അതൊക്കെ ഇനി നെക്സ്റ്റ് ഡേ ആവട്ടെ. ഇപ്പം എന്തായാലും തൽക്കാലം ഇത്രയും സെറ്റ് ചെയ്തു. ഇനി അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, നല്ല അടിപൊളിയായിട്ടില്ലേ? ഇനിയും ലൈറ്റുകൾ പിടിപ്പിക്കാനുണ്ട് കേട്ടോ, അതൊക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സമയം 8:30 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അമ്മൂസ് റെഡി ആവാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. പോകുന്നേ ഹോട്ടലിൽ. അപ്പോൾ ബൈ ബൈ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ നെഹദി മന്തി കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അതാ ഞങ്ങൾ ഈങ്ങാപ്പുഴയിലുള്ള നെഹദിയിൽ പോയി. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളിതാ അവിടുത്തെ തിരക്ക് കാരണം നമ്മുടെ അക്വേറിയം നോക്കിയിരുന്നു. അവിടെ നല്ല അടിപൊളി മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മൂസ് കുറേ നേരം അതിനെ നോക്കിയിരുന്നു. മീനുകളൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് കയറി. നോക്ക് എന്താ വേണ്ടേ, ഏതാ വേണ്ടേ? അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്ത് ചെയ്തു, അൽഫാം മന്തിക്ക് ഓർഡർ ചെയ്തു. അപ്പോൾ അൽഫാം മന്തി പപ്പയ്ക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അമ്മൂസിന് പിന്നെ അൽഫാം മന്തി ഒന്നും വലിയ കാര്യമില്ല. എന്ത് മന്തി കിട്ടിയാലും അമ്മൂസിന് റൈസ് മാത്രം മതി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അൽഫാം മന്തി ഹാഫ് മേടിച്ചു. ഞാനും പപ്പയും കൂടി ഷെയർ ചെയ്തു. അമ്മൂസിന് റൈസ് മാത്രം കൊടുത്തു. അതാണ് അമ്മൂസിൻ്റെ പതിവ്, റൈസ് മാത്രം കഴിക്കലാണ് അമ്മൂസിൻ്റെ പതിവ്. ബെല്ലമ്മ നല്ല പോളിംഗ് ആണ് ഗൈസ്. ചിക്കനും നല്ല റൈസൊക്കെ നല്ല കൂടി അടിപൊളി പോളിംഗ് ആണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളിത് സ്പെഷ്യൽ മിൻ ലൈം പറഞ്ഞു. അത് അടിപൊളി മിൻ ലൈമാണ്. അത് നമ്മുടെ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് പഠിച്ചതാണ്. ബിരിയാണി കഴിച്ചാൽ ഉടനെ മിൻ ലൈം, അത് അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ നെക്സ്റ്റ് ഡെക്കർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും. അപ്പോൾ ടിൽ ദെൻ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.